കൊള്ളിക്കിഴങ്ങും താളും നാളികേരം അരച്ച് കൂട്ടാൻ വയ്ക്കാം. കൊള്ളിക്കിഴങ്ങ് നന്നാക്കി എടുത്തിട്ടുണ്ട്, താള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കഴുകി അരിഞ്ഞ് വെച്ച താളിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാം. കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങി വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. വെന്ത് വന്നിട്ടുള്ള താളിലേക്ക് നമുക്ക് കൊള്ളിക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 3-4 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേരം, വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത്ര കട്ടി വേണ്ട, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമ്മൾക്ക് അടുപ്പത്ത് വയ്ക്കാം. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കടുക് താളിക്കാൻ വയ്ക്കാം. പുളിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി കടുക് താളിച്ചൊഴിക്കാം. കറിവേപ്പില ഞാനതിൽ ഇടണില്ല കേട്ടോ. കറിവേപ്പില എടുത്ത് വെച്ചൊക്കെ ചീത്തയായി പോയി. വേപ്പില ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും കമൻ്റൊന്നും ഇടരുത് കേട്ടോ. താളും കൊള്ളിക്കിഴങ്ങും വച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.